മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ സമയം എത്രയും 6:52 സൂത്രം കാണിച്ചാൽ നിങ്ങൾക്ക്. അയ്യോ ഇത് സൗണ്ടൊക്കെ പോയി. ഇതെന്താ എൻ്റെ പോലെ ഫുൾ കോട. ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മുടെ അടുത്ത കട്ടപ്പനയിലാണ് അടുത്ത മെഷീൻ. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെ ഇത് മറ്റേ റിസോർട്ടൊന്നും അല്ല, ഇത് മറ്റേ ഓപ്പറേറ്ററൊക്കെ താമസിക്കുന്ന റൂമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് മോനെ കൂടെ കൂടെ പൊള്ളി. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ സൈറ്റിൽ തന്നെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു സർവീസിന്. അന്നും ഇവിടെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്, ഈ റൂമിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. പക്ഷെ അന്ന് കൂടില്ലായിരുന്നു. അന്ന് ഇതുപോലെ 6 മണിക്ക് എണീറ്റ് ഞങ്ങൾ പിറ്റേ ദിവസം 6 മണിക്ക് എണീറ്റായിരുന്നു പോയത്. അന്ന് ഇവിടെ തന്നെയാണ് വന്നത്. പക്ഷെ അന്ന് ഞാൻ ബ്ലോഗ് എടുത്തില്ലെന്ന് തോന്നുന്നു. അയ്യോ അന്ന് മറ്റേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാട്ടിൽ കൂടെ പോകുന്നതിൻ്റെയൊക്കെ, അതേ സെയിം സൈറ്റ്. പക്ഷെ അന്ന് ഇവിടെ നല്ല കോടയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല കൂടെ നിന്ന് ഒരു രക്ഷയില്ല. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇന്ന് രാത്രി ഇവിടെ വന്നപ്പോഴും തണുപ്പുണ്ടായിരുന്നു, പക്ഷെ കോടയില്ലായിരുന്നു അങ്ങനെ. പക്ഷെ ഇത് ഇച്ചിരി കടുപ്പായിട്ട് വിഷയം ഗൈസ്. അപ്പം ഇന്ന് ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ കാര്യമായിട്ടൊന്നും എഴുതിയില്ല. അതെന്തായാലും കുളിച്ച് പല്ല് കഴിഞ്ഞിട്ടൊക്കെ വരാം. അങ്ങനെ കുളിച്ച് പരിഹരിച്ചിട്ട് നമ്മൾ നേരെ കഴിക്കാനായി പോയി. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയി വരുന്നുണ്ട്. നമ്മൾ എണീറ്റത് ഒരു 6:30-7 മണിയായിട്ടാണ് നമ്മൾ എണീറ്റത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അവരൊക്കെ സൈറ്റിലേക്ക് പോയി. അതായത് നമ്മുടെ ഓണറിൻ്റെ ഒരു ആളും പിന്നെ അവിടുത്തെ സൂപ്പർവൈസറും ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് നമ്മളത് താമസിച്ചത്. അവർ നേരെ സൈറ്റിലേക്ക് പോയി. നമ്മൾ കഴിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മറ്റേ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടിയൊക്കെ നനഞ്ഞിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അതുകൂടാതെ കോട ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. നല്ല രസമായിട്ട് കോട കാണാനായിട്ട്, വേറെ ലെവല്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സൈറ്റിലേക്ക് കയറുന്ന ആ വഴി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗായ്സ് ഇതാ കിടക്കുന്നു പറദീസ. എൻ്റെ മോനെ എന്താത്, ചുറ്റുംകാട്, നടുക്ക് കോട, നടുക്കോട് റോഡ്, ആൾക്കാർ. എൻ്റെ മോനെ എന്താ പറയുക. ഇതാണ് ഞാൻ കണ്ട കിനാശ്ശേരി. ഇതാണ് എനിക്ക് വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് റീൽസായിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടതേ ഉള്ളൂ. അതല്ലാണ്ട് വ്ളോഗ് പോലും അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും വീട്ടിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് വണ്ടി ഓടിച്ച് പോയത്. ഇപ്രാവശ്യം വേറെ നമ്മുടെ കൂടെ ഒരുത്തരുണ്ടായിരുന്നു. അവ വണ്ടി ഓടിക്കാൻ ഞാൻ ബാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് ഇത് കിട്ടിയപ്പോൾ എടുക്കാതിരിക്കുന്നത് ശരിയല്ല. കാര്യം ഇത് കണ്ടോ നിങ്ങൾ, നാട്ടിലേക്ക് അതായത് ഉൾക്കാട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ കയറുന്ന ഈ ഒരൊറ്റ വഴി, ഈ ഓഫ് റോഡ്, ആ വഴി അകത്തോട്ട് കയറി ചെല്ലുന്നത് കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെല്ലുന്നത്. ചുറ്റും നല്ല കാടാണ്. പിന്നെ ആന ഇറങ്ങുന്നൊരു സ്ഥലം കൂടെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഞാനത് കഴിഞ്ഞ വീഡിയോ എടുക്കാത്തതുകൊണ്ടോ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം പക്ഷേ ആന ഇറങ്ങിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ബുധനാഴ്ച വന്ന് വ്യാഴാഴ്ച ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമായിരുന്നു. പക്ഷേ അന്ന് രാത്രി, അതായത് ഞങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് റൂമിൽ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ ഓപ്പറേറ്റർ എനിക്ക് മെസ്സേജ് പറഞ്ഞത് അവർ ആനയെ കണ്ടു. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലം കാണിച്ചത്. ഇതിന് മേളിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും ഒരു സ്ഥലം കൂടിയുണ്ട്. ആ സ്ഥലത്തായിരുന്നു ആന വന്നിരുന്നതെന്ന് ഞാനത് കാണിച്ചു തരാം. അങ്ങോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ അന്ന് കുറച്ച് ലോഡ് അടക്കം, അതായത് നമ്മുടെ ഒരു സർവീസ് പാർട്സൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് കയറി വന്നത്. അന്ന് ഈ റോഡ് ഇങ്ങനെ ഇച്ചിരൂടെ കുളമായിട്ട് കിടക്കുമായിരുന്നു. ഇന്ന് ഇച്ചിരി വൃത്തിയുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചു പോകും. പക്ഷെ അന്ന് വന്നപ്പോൾ വണ്ടി ഇങ്ങനെ പാളിയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ അന്നത്തെ വീഡിയോ എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ റീൽസിലൊക്കെ കിടപ്പുണ്ടാകും ആ വീഡിയോ. സോ ഈ കയറി ചെല്ലുന്ന ഒരു ഉൾക്കാട്ടിലേക്കാണ്. ഉൾക്കാട്ടിൻ്റെ നടുവിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ മരം മുറിക്കുന്ന സ്ഥലമാണ്. മറ്റേ ഇല്ലീഗൽ മറ്റേ പുഷ്പ സെറ്റപ്പൊന്നും അല്ലേ ഇത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ എന്താണ് സർക്കാർ ഗവൺമെൻറ്റിൽ നിന്ന് ഇത് പെർമിഷനോട് കൂടി ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. അല്ലാണ്ട് മറ്റേ ഉൾക്കാട്ടി കള്ളപ്പരി വെട്ടുന്ന അവിടെ ചെന്ന് കയറുന്നൊന്നുമല്ല ഞങ്ങൾ. ഇവിടെ പെർമിഷനൊക്കെ ഉണ്ട്. താഴെ ഫോറസ്റ്റ് ഓഫീസും ഉണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിനൊക്കെ വരുന്നതും കൂടിയാണ് ഇവിടെ. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലം. നമുക്കപ്പോൾ ഇവിടെ നമ്മുടെ മെഷീൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയാണ് വരുന്നത്, നമ്മുടെ സർവീസിന് വേണ്ടിയാണ് വന്നത്. ഇതിനു മുമ്പ് വേറൊരു മെഷീൻ ഉണ്ടായിരുന്നു, വേറൊരു ഓണറുണ്ട്. അത് താഴെ കിടപ്പുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ വന്നത്. ഈ പോകുന്ന മെഷീൻ അതിൻ്റെ ഏറ്റവും മേലായിരുന്നു. അതായത് നമ്മൾ മെഷീൻ കിടന്നിട്ട് താഴെ, അവിടെ നിന്ന് കുറച്ചുകൂടെ മേപ്പോട്ട് കയറി ചെല്ലുന്നതായിരുന്നു ഈ മെഷീൻ. ഇപ്പം നമ്മൾ പോകുന്ന മെഷീൻ. അന്ന് ഞാൻ ആ മെഷീനും പോയി ചെക്ക് ചെയ്തിരുന്നു. അതിനെന്തോ ഒരു ചെറിയ ഫാൻ ബെൽറ്റ് ഏതാണ്ട് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് കയറി ചെന്നതാണ്. അന്ന് ട്രാക്ടറിലാണ് പോയത്. അന്ന് ആ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ റീൽസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം.
അപ്പോൾ ഇന്ന് പോകുന്ന ആ മെഷീൻ്റെ സർവീസിന് വേണ്ടിയാണ്. അന്ന് വന്നത് താഴെ ഒരു മെഷീൻ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ സർവീസിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ അത് ഇങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഇതൊക്കെ ഞാനന്ന് റീൽസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം. അപ്പം ഞാൻ ആ ആന വന്ന സ്ഥലം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന അവിടെ ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെഡും താമസിക്കുന്ന ഷെഡൊക്കെയാണ് ഇനി കാണുന്നത്. ഇത്രയും ഫുൾ ഉൾക്കാടാണ് ഇവിടെ. ഇതും കാടാണ് ഈ കാണുന്നത്. കാടിനകത്തോട്ടുള്ള ഉൾക്കാട്ടിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടെ തടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. അന്ന് സർവീസിന് വന്ന ഈ ഒരു സ്ഥലത്താണ്, ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് നമ്മൾ അന്ന് സർവീസിന് വന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് അവരുടെ ഷെഡും കാര്യങ്ങളും. അപ്പോൾ ആ ഷെഡിൻ്റെ അവിടെ, അതായത് ഇപ്പോൾ ഈ വണ്ടി ഓടി പോകുന്ന ഏരിയയിൽ ആന വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് ഓപ്പറേറ്റർ പറഞ്ഞത്. നമ്മളന്ന് ആ നേരത്തെ കാണിച്ച ആ ഒരു സ്ഥലത്തിൻ്റെ അവിടെയായിരുന്നു സർവീസിന് വന്നിരുന്നത്. ഇന്നിപ്പോൾ കയറി ഇനിയും ഇതിൻ്റെ മേൽക്കോട്ട് കയറണം. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങോട്ട് പോയത് ട്രാക്ടറിലായിരുന്നു. ഇന്ന് ഈ റോഡ് നല്ല വൃത്തിയുണ്ട്, പക്ഷെ അന്ന് ഇവിടെയൊക്കെ നല്ല ചെളിച്ച് പോരണ്ട് കിടക്കുമായിരുന്നു. ഇവിടെ കോട ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. സമയം 8:30 ആയി കഴിഞ്ഞിട്ടുണ്ട്. 8:30 ആയി വരുന്നത്. എന്താ ഈ സൈഡിലൊക്കെ ഷെഡുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നത്, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ പണിക്കാർ തന്നെ താമസിക്കുന്നതാണ്. അവർ രാവിലെ 6 മണിക്ക് പണി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഇവർ ഫുഡൊക്കെ വെച്ച് ഇവിടെ തന്നെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഈ കാട്ടിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. പിന്നെ മറ്റേ സൂപ്പർവൈസറും പിന്നെ ഒരാളും മാത്രം, അതായത് ഓണറും മാത്രമാണ് അവരുടെ ആഞ്ഞാണങ്ങൾ തങ്ങി അവിടെ താമസിക്കത്തൊക്കെയല്ല. ഇത് കാണേണ്ടത്, ഇത് മൊത്തം കാടായത്. ഫുള്ള് ഈ കാടിനകത്തൂടെ റോഡാണ്. ഇവിടെ കൂടെ ജീപ്പും ട്രാക്ടറും അല്ലാണ്ട് വേറൊരു സാധനം ഇതിനകത്തോട്ട് കയറി ചെല്ലത്തില്ല. അമ്മായി കാടും അതുപോലത്തെ റോഡുമാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ കഷ്ടമാണ്. ആ രീതിക്കാണ് ഇവിടുത്തെ റോഡ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി ചെന്നിട്ട് ബാക്കി പറയാം. പക്ഷേ അങ്ങനെ മേളിൽ എത്തിയിട്ടുണ്ട്. കണ്ട വണ്ടി പോയിട്ട് ഓടിച്ചോണ്ട് പോകുന്നു. നമ്മൾ അന്ന് വന്ന ട്രാക്ടറാണ് ആ കിടക്കുന്നത്. കണ്ട ഇങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ. അവൻ്റെ വണ്ടി ഓടിച്ച് അകത്തോട്ട് കയറി അവിടെ കൊണ്ട് അകത്ത് പാർക്ക് ചെയ്യാൻ നമ്മൾ മെഷീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് പറയാം. ഇത് കേട്ടോ ഫുള്ള് കാടാണ്. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പ്ലീസ് ഫൈനലി നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കിടപ്പുണ്ട് നമുക്ക് ഇന്നും ചെയ്യേണ്ട വണ്ടി. ഈ മെഷീന് ഞാൻ ഓൾറെഡി വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറെ ഇതിന് താഴെയായിരുന്നു. ഇതിൻ്റെ ഒരു താഴെ നേരത്തെ ഞാൻ കാണിച്ചില്ല. അവിടെ ആയിരുന്നു നമുക്കൊരു 3000 സർവീസ്. ഇങ്ങോട്ട് വന്ന വഴി ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെയാണ്. ഒരുമാതിരി മറ്റേ പുഷ്പ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെയുണ്ട്. ഈ വണ്ടിയാണ് ഇവിടെ വരെ എത്തിച്ചത്. ഡ്രൈവർ പൾവർഗ് അങ്ങോട്ട് പോയിട്ടുണ്ട് മെഷീൻ്റെ അടുത്തേക്ക്. അന്ന് പക്ഷേ നമ്മൾ താഴെയായിരുന്നു വർക്ക്. അതിന് 3000 ഒരു സർവീസിന് വന്നതാണ്. അന്ന് നമുക്ക് താഴെ ഉണ്ടായിരുന്നു ഈ മെഷീൻ. ഈ ഭാഗത്ത് എവിടെയായിരുന്നു കിടന്നത്, അതായത് ഈ ഭാഗത്ത് എവിടെയായിരുന്നു ആ മെഷീൻ കിടന്നത്. നമ്മളതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഈ ഭാഗത്ത് എവിടെയാണ് വന്നത്. അപ്പോൾ ഈ മെഷീൻ്റെ AC ബെൽറ്റും ഹാൻഡിൽ ചെയ്യുന്ന ടൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. നമ്മൾ നേരം അവിടെ താഴെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അന്ന് പക്ഷേ നമുക്ക് ഈ ഒരു ട്രാക്ടറിലായിരുന്നു അന്ന് കയറി വന്നത്. ഇങ്ങോട്ട് ട്രാക്ടറിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടെ കണ്ടൊരു വഴിയുണ്ട്. എവിടെ ആയിരുന്ന വഴി ഇവിടെ വന്ന് മെഷീൻ ഈ ഭാഗത്ത് എവിടെയായിരുന്നു കിടന്നത്. നമ്മൾ അന്നേരം ഇതും ചെയ്തു. താഴത്ത് ചെന്നിട്ട് അവിടുത്തെ മെഷീൻ ചെയ്തിട്ടായിരുന്നു അന്ന് പോയത്. അന്നത്തെ വീഡിയോയിൽ എനിക്കൊന്നും കണ്ടിട്ടുണ്ടാകില്ല. ഞാൻ പക്ഷേ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടുള്ളൂ. വ്ളോഗായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അതിനുള്ള ടൈം ഇല്ലായിരുന്നു. ഇവിടേക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരമായിട്ട് എടുത്തിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. മറ്റേ പുഷ്പയുടെ ലൊക്കേഷൻ വന്നവരുണ്ടല്ലോ. പുഷ്പ ബാൻഡ് താഴത്തിലിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അന്ന് വന്നപ്പം അതായത് നമ്മൾ താഴെ വന്ന വണ്ടിയുടെ ഓപ്പറേറ്റർ പറഞ്ഞായിരുന്നു ഇവിടെ എങ്ങാണ്ട് ഏതൊരു പാറയുണ്ട്. ആ പാറയെ കൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇടുക്കി ഡാം ഫുള്ള് കാണാൻ പറ്റുന്നു, പകുതിയോ അങ്ങോട്ട് കാണാൻ പറ്റുന്നു. പുള്ളി ഒന്ന് വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു തന്നായിരുന്നു. ഇത് എവിടെ ആയിരുന്നു എനിക്കറിയില്ല. പുള്ളി ഒന്ന് വീഡിയോ കാണിച്ചു തന്നെ. അന്നേരം പോകാനായിട്ട് പറഞ്ഞായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് പോകും. ഫുള്ള് വ്യൂ ആണെന്ന് പറഞ്ഞായിരുന്നു. അന്ന് പിന്നെ ടൈമൊന്നും ഇല്ലായിരുന്നു. തിരുതി പിടിച്ചുള്ള വർക്ക് പെട്ടെന്ന് വരലുമായിരുന്നു. ഞാൻ അന്ന് വന്ന വണ്ടിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആ ഓപ്പറേറ്റർ പറഞ്ഞത് ഇവിടെ ഇടുക്കി ഡാം അങ്ങനെ എന്നാ കാണാമെന്ന്. അന്ന് ഈ വണ്ടിക്കകത്താണ് ഞാൻ വന്നത്. എനിക്ക് നല്ല ഓർമ്മയില്ല പുതിയ വണ്ടിയിലാണ്. പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഫുൾ കാടാണ്, ഉൾക്കാടാണ്. അതുപോലെ തന്നെ ഇവിടെ ആന ഇറങ്ങും. ഞങ്ങളന്ന് വന്ന് ഒരു ദിവസം വന്നു. അന്ന് ഓപ്പറേറ്റർ കാര്യം പറഞ്ഞു ആനയൊക്കെ ഇറങ്ങുന്ന കുറച്ച് നാളായിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അതിൻ്റെ ഓണറിൻ്റെ ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ ആളും പറഞ്ഞത് അങ്ങനെയൊക്കെയാണോ ആനയെന്ന് പറഞ്ഞു. കുറച്ച് നാളായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഉൾക്കാട്ടിലായിരിക്കും ഇവിടെ സൗണ്ടൊക്കെ കാരണം ആനയൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന്. ഞങ്ങളന്ന് കറക്റ്റ് ഇവിടുന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ബുധനാഴ്ച കണ്ടാന്ന് തോന്നുന്നു. ബുധനാഴ്ച ഇവിടെ വന്നു. വ്യാഴാഴ്ച കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ റൂമിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഓപ്പറേറ്റർ മെസ്സേജ് അയച്ചായിരുന്നു. ഇവിടെ ആന അന്ന് രാത്രി ഇതുവരെ ഇറങ്ങിയിട്ടില്ല, പക്ഷേ അന്ന് രാത്രി ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് അവർ ഞാൻ നേരത്തെ കാണിച്ചാൽ കയറി വന്ന ഷെഡിൻ്റെ അവിടെ വരെ ആന വന്നിട്ട് അവർ മറ്റേ തീയൊക്കെ കൊള്ളി പടക്കമൊക്കെ പൊട്ടിച്ചാണ് ആന ഓട്ടിച്ചത്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കപ്പൽ എത്തി. അത് ഞാൻ ഇവിടുന്ന് വേറെ റൂമിലേക്ക് പോയപ്പോൾ എന്നോട് ഇവിടുത്തെ ആൾ പറഞ്ഞു മറ്റേ വണ്ടി ഇവിടെ വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തോളം എനിക്ക് കുഴപ്പമില്ലെന്ന്. എനിക്ക് അന്നേരം പേടി ഉണ്ടായിരുന്നു. കാര്യം ആനങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ദൂരെ ഇട്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. ബൈക്ക് ഞാൻ മേപ്പോട്ട് കയറ്റിക്കൊണ്ട് വന്നു. ബാക്കി ആരുടെ ബൈക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ബാക്കി എല്ലാവരും ട്രാക്ടറും ജീപ്പിലും തന്നെ പറഞ്ഞു അവർ ആരും ബൈക്കും ഇല്ല. എൻ്റെ ബൈക്ക് മാത്രമേ ഉള്ളൂ മേപ്പോട്ട് കയറ്റിക്കൊണ്ട് വന്നു. അന്ന് ഇതിൻ്റെ താഴെയാണ്, നമ്മുടെ എവിടെയാണ്, ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ വന്നപ്പോൾ എനിക്ക് ഓപ്പറേറ്റർ മെസ്സേജ് അയച്ച് അവർ തീയെ കൂട്ടി അവിടെ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചത്. അതാണ് ഞാൻ പേടിച്ച് പോയത്. അന്ന് പക്ഷേ നമ്മൾ വ്ളോഗായിട്ട് എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കയറുവാൻ അതിൻ്റെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ.
എന്നതാണ് ഞാൻ ഇതിൻ്റെ ഒരു ഇതുപോലെ സെറ്റ് ചെയ്തത്. കിട്ടിപ്പം സ്പോട്ടാണ്, ഒരു കാളാണ്, ഇത് കണ്ടാൽ നിൽക്കുക മനസ്സിലാവും, ഫുള്ള് കാളാണ്. പിന്നെ അട്ടയും സാധനമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് കാല് ചെക്ക് ചെയ്യുന്നത്, കാര്യം അട്ട അങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ സാധനം കയറിയിരുന്നത് കഴിഞ്ഞാൽ അറിയത്തില്ല. അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ട്രാക്ടർ ഓടിച്ചൊരു പുള്ളിയുണ്ട്, ആ പുള്ളി അവിടെ ഇപ്പോൾ ഉണ്ട്, ആളെ കണ്ടായിരുന്നു. വാള് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കാല് നോക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ കാല് ഫുള്ള് ചോര. ഞാനൊന്ന് ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സേഫ്റ്റി ഷൂ ഉണ്ട്. ഇന്ന് ഷൂ ഒന്നും എടുത്തില്ല, അങ്ങോട്ട് വന്ന കാര്യം പ്രതീക്ഷിച്ചില്ല, എന്നാൽ ഞാൻ ഷൂ എടുത്തേനെ. സേഫ്റ്റി ഷൂ ഒക്കെ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് അന്നില്ലായിരുന്നു. പക്ഷേ പുള്ളിയുടെ കാല് ഇതുപോലത്തെ ഒരു സ്ലിപ്പർ പോലത്തെ ചെരുപ്പിട്ടുണ്ടാകും പുള്ളി നടന്നു. പുള്ളി അവിടെ തടിവെട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ കാല് നോക്കുമ്പോഴത്തേക്ക് നല്ല ചോര ചേർത്തി കിടക്കണം, അട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഭാഗത്ത് എവിടെ ഞാൻ തോന്നി ഇടുക്കിയിടാൻ വേണ്ടി ഇത് തന്നെ. പുള്ളി അങ്ങനത്തെ ഒരു നമ്മൾ ഓപ്പറേറ്റ് കാണിച്ചു തന്നത് ഒരു മല കയറി പോകും, ഇതുപോലെ ഒരു ട്രാക്ടർ മല കയറിപ്പോയപ്പോഴാണ് കാണിച്ചത്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, ഇതിൽ കൂടെ ഞാൻ കയറി പോകുന്ന വണ്ടി. ഞാനെന്ന് അവിടെ താഴെയായിരുന്നു വെച്ചത്, നമ്മൾ ആ നേരത്തെ കയറി വന്ന ഷെഡിൻ്റെ അവിടെയാണ് ഞാൻ എൻ്റെ വണ്ടി വെച്ചിരുന്നത്. അതിൻ്റെ ഇപ്പുറത്തായിരുന്നു ആ തടി കൂട്ടിയിട്ടിരുന്ന അവിടെ ആയിരുന്നു നമുക്ക് വണ്ടി കിടന്നു. നമ്മുടെ മറ്റേ വണ്ടി ഇതല്ലായിരുന്നു ഒന്ന് വന്ന വണ്ടി, ഇത് ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്യാമെന്നാണ്. ആ വണ്ടി വേറെ ഒരു കപ്ലറൊക്കെ പിടിപ്പിച്ച കിടലും വണ്ടിയായിരുന്നു, പഴയ ഒരു 85. അപ്പം എന്തായാലും പരിപാടി പറഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. എൻ്റെ പോയി വിഷം എനിക്ക് തോന്നുന്നു ഇതാന്തോട് അന്നോട്ട് മറ്റേ ഓപ്പറേറ്റർ പറഞ്ഞൊരു വഴി, ഇതിൻ്റെ കൂടെ ട്രാക്ടർ കണ്ട് ഓടിച്ച് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊണ്ട് ഒരു രക്ഷയില്ല, കിടുക്കാനാണ് കേട്ടോ സ്ഥലം. ലൊക്കേഷനൊക്കെ പൊളി, ഒന്നും പറയില്ല. ഇതല്ലേ ഞാൻ വീഡിയോക്കകത്ത് കണ്ട സ്ഥലം ഇത് തന്നെ. ഇതിൽ കൂടെ കയറി ഞാൻ ടോപ്പിൽ ചെന്നിട്ട് ഈ പാറൻ്റെ മുകളിൽ കൂടെ പോയിട്ടാണ് സ്ഥലം എന്നാണ് പറഞ്ഞത്. നമ്മുടെ പണി എന്തായാലും തീർന്നിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇതേ കൂടെയൊക്കെ നടക്കുക. ഞാൻ ഇത് കണ്ടോണ്ട് ഈ വ്യൂ കൊണ്ട് കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി തന്നേ ഉള്ളൂ. അവിടെ കാടാന്ന് തോന്നുന്നു, കയറുന്നില്ല. പിന്നെ ഞാൻ വരാം, കൊള്ളാട്ടോ. അവിടെ എന്തോ മരം മുറിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മൂ, കൊള്ളാം. ഈ വ്യൂ കൊള്ളാം. പക്ഷേ എനിക്ക് ഇപ്പോഴും പേര് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും ഇറക്കും, അതാണ് പണ്ടാരും എപ്പം കയറി വരുന്നത് എങ്ങനെ എവിടുന്ന് അന്യം പോലും ഇവിടത്തില്ല. അവിടെയൊക്കെ ഫുള്ള് കാടാണ്, ഇതൊക്കെ കാട് തന്നെ, കാടിനകത്ത് കാട് തന്നെ, ചുറ്റും കാട്. മറ്റേ നമ്മളെ ജഗദീശേട്ടൻ പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഏരിയയിൽ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ താഴെ ഇവിടെ കൂപ്പുണ്ട്, ഇവരുടെ തന്നെ കൂപ്പുണ്ട്. ഇവിടെ ഏതോ ഏരിയ അന്ന് ആ ഓപ്പറേറ്ററിനോട് പറഞ്ഞു, എവിടെയാണ് കൂപ്പ്, അകത്ത് തന്നെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്, അവിടെ കയറി വന്നതിൻ്റെയൊക്കെ പാടുണ്ട് വണ്ടി. ഇതാണ് ആ സാധനം, ആ പുള്ളി വീഡിയോ കാണിച്ച സ്ഥലം ഇതാ. അതുകൊണ്ട് നമ്മളൊക്കെ കൊണ്ട് നമ്മൾ അവിടെയാണ് നിന്നിരുന്നത്. ഇവിടെ ഇവരുടെ ഷെഡുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇപ്പം എന്തായി സാധനം വെച്ചിരിക്കുകയെന്ന് അറിയില്ല, ലോറി സാധനം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി തീർന്നിട്ട് പിന്നെ വരാം. എന്തത് അനങ്ങനെ വന്നു, അപ്പോൾ പാറയായിരുന്നു പേടിപ്പിക്കാനായിട്ട് ഓരോരോ പണ്ടാരം. അപ്പോൾ പിന്നെ വേണം. അങ്ങനെ നമ്മൾ അവിടെ കാടിനോട് വിട പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വാഗമൺ റൂട്ടാണ്, അതായത് വാഗമൺ കട്ടപ്പന വാഗമൺ എന്ന റൂട്ടാണിത്. നമ്മളപ്പോൾ തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്, 5 മണി 5:15 വരുന്നുണ്ട്. പിന്നെ ഒരു മൂടിയ കാലാവസ്ഥയാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ റോഡിലൊക്കെ വെള്ളം കിടപ്പുണ്ട്, ഇത് കണ്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തെന്ന് തോന്നുന്നു, പക്ഷെ വന്ന വഴിക്കൊന്നും ഞങ്ങൾക്ക് മഴ അങ്ങനെ പെയ്തില്ല. ഞങ്ങൾ വരുന്ന വഴിക്കൊന്നും പെയ്തില്ല, പക്ഷെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പെയ്തതിൻ്റെ ഒരു ഇതുണ്ട്, ക്ലൈമറ്റും അതുപോലെ ഒരു മൂടിയ കാലാവസ്ഥ. പിന്നെ അവിടെ ചെറിയൊരു കോട, അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഒരു ക്ലൈമറ്റ്, കാണാൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഇപ്പോഴേ 5:15 വരും, 5:30 കറക്റ്റ് 5:25 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമൺ അങ്ങോട്ട് കയറുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ചായ കുടിക്കാൻ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ചായ കുടിക്കാൻ പറ്റുവാണെങ്കിൽ കുടിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് വന്നതാണ്. എന്നാൽ വാഗമൺ എത്തി, കൊള്ളാട്ടോ. വീട്ടിലെ കയറി ഇവിടെ എന്താ സ്കൂളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചായ കുടിക്കാൻ അവിടെ വന്നത്. പക്ഷേ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നപ്പോഴത്തേക്ക് ഈ വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് പോയപ്പോൾ അവിടെ മുതുക്ക് പട്ടി നിൽക്കൊണ്ട് കൊള്ളാം, സെറ്റപ്പ് പോകാം. സമയം ഇപ്പം 5:52 ആയിട്ടുണ്ട്, കാണാൻ പറ്റുണ്ടോ? സോറി 5:32 ആയിട്ടുണ്ട്. 5:32 ആയിട്ടുണ്ട്. കൊള്ളാട്ടോ, കിടിലം വ്യൂ. നമ്മുടെ ഇന്നത്തെ പരിപാടി വന്നുകൊണ്ട് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ കോട കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കോട കിട്ടിയില്ല. വേറെ സ്ഥലം കൂടെ കാണിച്ചിറങ്ങി ഞങ്ങൾക്ക്. താണ്ട അടുത്തൊരു സ്ഥലം, ഇവിടെ തേയിലത്തോട്ടം, ഇവിടെ എന്തോ ഇത്, അവിടെ റോഡ്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഇത്ര നേരം കോട ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വന്നിട്ട് തീരുവാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അയ്യോ ഉറക്കം തന്നെയുണ്ട് നല്ല ചേച്ചി. ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇവിടെ കൊണ്ട് തീരുവാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ടാർക്കു സാറ്റ് സൈനിങ് ഓഫ്. ബൈ.